നല്ലതൊക്കെ തന്നെ, പക്ഷേ കുറച്ച് പാടാണ്. അതപ്പോ കുറച്ചും കൂടെ ഇത് എടുത്തതിന് എന്തായാലും കുറച്ചും കൂടെ നന്നായിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും. അതുള്ളതുകൊണ്ട് നല്ല എന്ന് പറയുമ്പോൾ ഇപ്പം ലൈസൻസ് ഉള്ള ആർക്കും അങ്ങനെ ഓട്ടിക്കാൻ അറിയത്തില്ല. ഇപ്പൊ തന്നെ ഒരു ചേച്ചിയില്ലേ അവിടെ പോയില്ലയോ, ആ ചേച്ചി അവിടെ ചെന്നപ്പോൾ കാണിച്ചിട്ടില്ലേ, അത് തന്നെ അവസ്ഥ. അപ്പം കുറച്ചുകൂടെ നല്ല രീതിയിൽ വന്ന് വരുവാണെങ്കിൽ ഡ്രൈവിംഗ് പരിഷ്കരണേ ഇപ്പത് നല്ലതാണോ? കാരണം ഇപ്പം മിക്കവർക്കും മറ്റേ എടുത്ത് വിടുന്ന റോഡിൽ പെട്ടെന്ന് എന്തെങ്കിലും കൊണ്ടിരുത്തി വളയ്ക്കാനോ അങ്ങനെ കയറ്റത്തെ കൊണ്ടിരുത്തി എടുക്കാൻ പാടാ. വണ്ടിയൊക്കെ ഇറങ്ങി പോകുന്നത് നമ്മൾ റീൽസിലും യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ട്, ഇറങ്ങിയൊക്കെ പോകുന്നത്. അത് കണക്ക് അബദ്ധങ്ങൾ പറ്റാം. അതൊക്കെ കൊണ്ട് ഇതൊക്കെ നല്ലതാണ്. കുറച്ചുകൂടെ നല്ല ആൾക്കാർ പഠിക്കുമല്ലോ, നല്ലതാണ്. കേട്ടറിഞ്ഞിടത്തോളം നല്ലതാണ്. ലൈസൻസ് ഉണ്ടോ? ഇല്ല, പക്ഷെ കേട്ടിടത്തോളം കുറച്ചുകൂടി നല്ലോണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ ഫ്യൂച്ചറിലോട്ട് കിട്ടും. അപകടമൊക്കെ ഇനി കുറയും ഒരുപാട്. ഡ്രൈവിംഗ് പരിഷ്കരണം ഉണ്ടല്ലോ, അത് ശരിക്കും നല്ലതാണോ ദോഷമാണോ? കാര്യങ്ങൾ കൊള്ളാം, കുഴപ്പമില്ല. ഹാഫ് ആൻഡ് ഹാഫ് എന്ന് വെച്ചാൽ 40 വയസ്സിന് അങ്ങോട്ടുള്ളവർക്കൊക്കെ ഇച്ചിരി പാടാം. ബാക്കി ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ എടുക്കും, കുഴപ്പമില്ല, അവരൊക്കെ നല്ല രീതിയിൽ എടുക്കും. ഹാഫ് ആൻഡ് ഹാഫ് അത്രേ വരാൻ പറ്റത്തുള്ളൂ. ഏത് കാര്യവും അങ്ങനെ തന്നെ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കാണ് ബുദ്ധിമുട്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ഡ്രൈവിംഗ് എന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അവർക്ക് ലൈസൻസ് കിട്ടി അവർ മുൻപ് കാലങ്ങളിൽ ലൈസൻസ് വെച്ചുകൊണ്ട് ഓടിക്കുകയാണെങ്കിൽ റോഡിൽ പല വണ്ടികളും റോഡിൽ ഹൈവേ കിടക്കും, വിഷയിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുമല്ലോ. കൃത്യമായിട്ട് പഠിക്കാന്ന് വെച്ചാൽ നല്ലതുപോലെ പഠിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ലൈസൻസ് പ്രകാരം സിസ്റ്റം നല്ലതാണ്. അത് നമുക്ക് ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ട് അതാ പറയുന്നത്. നമ്മൾക്കും ഡ്രൈവിംഗ് പണ്ട് കാലത്ത് നമുക്ക് ലൈസൻസ് കിട്ടുന്ന കാലത്ത് ഒരുപാട് സിസ്റ്റങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളെല്ലാം ലൈസൻസ് എടുത്തത്. ഓടിച്ചെന്നപ്പോഴേ തന്നതല്ല, കുന്നിൻ്റെ പുറത്തിങ്ങനെ നിർത്തിയിട്ടാണ് പറഞ്ഞത് മുമ്പോട്ടെടു എന്ന് പറഞ്ഞത്. ഇപ്പം ഉണ്ടാകുന്ന അറിയാൻ വയ്യ അതൊക്കെ. കുഴപ്പമില്ല, ഇപ്പം നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, പ്രശ്നമില്ല അല്ലേ. എക്സ്പെർട്ടായിട്ട് പഠിക്കും. തീർച്ചയായിട്ടും അപകടം ഒരുപാട് കുറയും, കുഴപ്പമില്ല, എല്ലാം ക്ലിയറാണ്.